Just look at how Mr. Narendra Modi treats his colleagues. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നരേന്ദ്രമോദി തന്റെ സഹപ്രവർത്തകരോട് എങ്ങനെയാണ് പെരുമാറുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. Might be fighting them. I might be fighting their ideology. But that does not give him the right to humiliate senior leaders of the BJP. ഞാൻ അവരുടെ പ്രത്യയശാസ്ത്രത്തെ എതിർക്കുകയാണ്. പക്ഷെ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിന്റെ BJPയുടെ മുതിർന്ന നേതാക്കളെ അവഹേളിക്കാനുള്ള അവകാശമില്ല. Exact same mentality that Mr. Narendra Modi has and that Mr. Amit Shah has, that they are born to rule this country, is the same mentality that your chief minister has. You want this mic? Okay. അതായത് ഈ രാജ്യം ഭരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ജനിച്ചിരിക്കുന്നതെന്ന് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കുമുള്ള അതേ മനോഭാവം തന്നെയാണ് കേരളത്തിലെ നിങ്ങളുടെ മുഖ്യമന്ത്രിക്കുമുള്ളത്. And this mentality is playing havoc with our country. ഈ മനോഭാവം ഈ രാജ്യത്ത് വലിയ രീതിയിൽ നാശമുണ്ടാക്കുകയാണ്. It is leading to governments that do not listen to people, that disrespect people and act without thinking, without understanding. ജനങ്ങളെ കേൾക്കാത്ത, ജനങ്ങളെ ബഹുമാനിക്കാത്ത, അതുപോലെ തന്നെ ചിന്തിക്കാതെ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന ഗവൺമെന്റുകൾ രാജ്യത്ത് വരാൻ ഈ മനോഭാവമാണ് കാരണമാകുന്നത്. Leaders have to understand that wisdom is in the people. നേതാക്കൾക്ക് മനസ്സിലാകണം, ജ്ഞാനം എന്ന് പറയുന്നത് ജനങ്ങളിലാണുള്ളതെന്ന് മനസ്സിലാവണം. Wisdom is in the farmers. Wisdom is in the workers. Wisdom is in the people who run businesses. ഈ ഓരോ സ്ഥലത്തെയും കർഷകരിലാണ് ജ്ഞാനമുള്ളത്, തൊഴിലാളികളാണ് ജ്ഞാനമുള്ളത്, വ്യവസായങ്ങൾ നടത്തുന്ന മനുഷ്യരിലാണ് അറിവും ജ്ഞാനവും ഉള്ളത്. And a leader's job is to understand that wisdom and work with the people of the state and the country. ഒരു നേതാവിന്റെ ജോലി എന്ന് പറയുന്നത് ഈ ജനങ്ങളിലുള്ള ജ്ഞാനവും അറിവും എന്താണെന്ന് മനസ്സിലാക്കി അവരോടൊപ്പം ചേർന്ന് ആ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. There are examples of these type of leaders from the UDF. ഐക്യജനാധിപത്യ മുന്നണിയിൽ ഇതുപോലെയുള്ള നേതാക്കളുടെ അനേകം ഉദാഹരണങ്ങളുണ്ട്. Karunakaranji's legacy is an example of this type of leadership. ശ്രീ കെ കരുണാകരൻജിയുടെ പാരമ്പര്യം ഇത്തരം ഒരു നേതൃത്വത്തിന്റെ ഉദാഹരണമാണ്. Oommen Chandyji's legacy, A.K. Antonyji's legacy. This is the type of leadership that we are talking about. ശ്രീ ഉമ്മൻ ചാണ്ടിജിയുടെ പാരമ്പര്യം, ശ്രീ A.K. ആന്റണിജിയുടെ പാരമ്പര്യം, ഇതുപോലെയുള്ള നേതാക്കളെയാണ് നമുക്ക് ആവശ്യമുള്ളത്. And that is what the UDF is proposing. അതാണ് ഐക്യജനാധിപത്യ മുന്നണി നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. Mr. Narendra Modi is controlled by Donald Trump. നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിന്റെ നിയന്ത്രണത്തിലുള്ള ആളാണ്. Donald Trump openly says that he can destroy Mr. Narendra Modi anytime he wants. ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പറയും, ഏത് സമയം വേണമെങ്കിലും എനിക്ക് നരേന്ദ്രമോദിയെ നശിപ്പിക്കാൻ സാധിക്കും. But Mr. Donald Trump controls Mr. Modi through Epstein and through Adani. എപ്സ്റ്റീൻ ഫയലുകൾ വഴി, അദാനി വഴിയാണ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. Believe me, the Prime Minister of India can do nothing against the wishes of Donald Trump. ഞാൻ പറയുന്നത് വിശ്വസിക്കുക, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിയുടെ ഇഷ്ടങ്ങൾക്കെതിരായി ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. He ridicules him publicly and he's even said on Twitter that when I call the Prime Minister of India, he picks up the phone and he says, "Yes, sir." അത് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ പരസ്യമായി അവഹേളിക്കും. ട്വിറ്ററിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുത്തിട്ട് അദ്ദേഹം പറയും, "യെസ് സർ" എന്ന് പറയുമെന്ന് പറഞ്ഞു. And it is the same relationship that Chief Minister of Kerala has with Narendra Modi and Amit Shah. ഇതേ തരത്തിലുള്ള ബന്ധമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നരേന്ദ്രമോദിയോടും അമിത്ഷായോടുമുള്ളത്. And the reason is his and his family's corruption. അതിന്റെ കാരണം എന്താണെന്ന് അറിയുമോ? അദ്ദേഹത്തിന്റെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും അഴിമതിയാണ് അതിന് കാരണം. It is a very simple fact that in today's India, if you have done even the slightest corruption, you are going to be controlled by Mr. Narendra Modi and by Amit Shah. ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇന്നത്തെ ഇന്ത്യയിൽ നിങ്ങൾ ഒരു ചെറിയ അഴിമതി കാണിച്ചാൽ നിങ്ങൾ നരേന്ദ്രമോദി ആയാലും അമിത്ഷാ ആയാലും നിയന്ത്രിക്കപ്പെടും എന്നുള്ളത് വളരെ ലളിതമായ ഒരു വസ്തുതയാണ്. And that is what has happened to the Chief Minister of Kerala. അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സംഭവിച്ചത്. We want to give you a government that protects people
in the risky times that are coming. ഇപ്പോൾ വരുന്ന വളരെ അപകടകരമായ സാഹചര്യങ്ങളിൽ നിങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. War has broken out in Ukraine and in the Middle East. നിങ്ങൾക്കറിയാം, യുക്രൈനിലും മധ്യേഷ്യയിലും ഗൾഫ് നാടുകളിലും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. Please do not underestimate the consequences of this war to India. ഈ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ ഇന്ത്യയിൽ എന്തെല്ലാമാണെന്നുള്ളത് നിങ്ങൾ കുറച്ച് കാണരുത്. This is like a tsunami that has happened. ഒരു സുനാമി പോലെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. And if this war continues for a little while, the fuel prices, the gas prices, the diesel prices, the fertilizer shortages are going to damage India very badly. ഈ യുദ്ധം കുറച്ചു നേരം കൂടെ, കുറച്ചു കാലം കൂടി ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഇവിടെ ഇന്ധന വില കൂടും, പാചകവാതകത്തിന്റെ വില കൂടും, വളങ്ങൾക്ക് ഇവിടെ ക്ഷാമമുണ്ടാകും. ഈ അവസ്ഥ അത് ഇന്ത്യയെ വളരെ കാര്യമായിട്ട് ബാധിക്കും. Unfortunately, Mr. Modi cannot protect India from the problems that are coming. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നരേന്ദ്രമോദിക്ക് ഇനി നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കാൻ സാധിക്കില്ല. He has signed away India's energy security. അദ്ദേഹം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ എഴുതി നൽകിയിരിക്കുകയാണ്. And when we need oil the most, India cannot buy oil from who it wants. നമുക്ക് അത് മാത്രമല്ല, നമുക്ക് എണ്ണ വേണ്ടിയപ്പോൾ ആരിൽ നിന്ന് എണ്ണ നമുക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടോ അവരിൽ നിന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കില്ല. Narendra Modi has told Donald Trump that he will only buy oil from people, countries that Donald Trump approves. നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എണ്ണ വാങ്ങിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അനുവാദം കൊടുക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. Food security is equally important as energy security. നമ്മുടെ ഊർജ്ജ സുരക്ഷയെ പോലെ തന്നെ നമ്മുടെ ഭക്ഷ്യ സുരക്ഷയും തുല്യ പ്രാധാന്യമുള്ളതാണ്. And for the first time, the Prime Minister of India has opened Indian agriculture to American farmers. അത് മാത്രമല്ല, ആദ്യത്തെ പ്രാവശ്യം ഇന്ത്യയുടെ കാർഷിക മേഖലയെ അമേരിക്കയിലെ കർഷകർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി തുറന്നു നൽകിയിരിക്കുകയാണ്. Cotton farmers, dal farmers, fruit farmers, all these farmers, soybean farmers are going to be adversely impacted by the US deal. പരുത്തി കർഷകർ, അതുപോലെ തന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്നവർ, അതുപോലെ തന്നെ ഈ രാജ്യത്തെ സോയ കർഷകർ, ഇവരെല്ലാം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ഉടമ്പടിയുടെ ഭാഗമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ പോകും. And Narendra Modi can do nothing about it because he's compromised. കാരണം നരേന്ദ്രമോദിക്ക് ഇതിനെപ്പറ്റി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ഒത്തുകളി നടത്തുന്ന, വിട്ടുവീഴ്ച നടത്തുന്ന പ്രധാനമന്ത്രിയായി. You yourself saw that when I was raising these issues in the Lok Sabha, and I was raising Epstein, and I was raising the Adani issue, the Prime Minister literally ran out of the Lok Sabha. നിങ്ങൾ തന്നെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു കാണും ഈ പ്രശ്നങ്ങൾ. എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ച്, അദാനിയെ കുറിച്ച് ഞാൻ ലോക്സഭയിൽ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ നിന്ന് ഓടി ഒളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. That is why it is very important that we protect the people of Kerala and quickly set up certain minimum protections for the people of Kerala to help them during the storm that is coming. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടത്. ഇനി വരുന്ന കൊടുങ്കാറ്റിനെ നേരിടുന്നതിന് അടിസ്ഥാന തലത്തിലുള്ള സംരക്ഷണം കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പാക്കേണ്ടത് അതുകൊണ്ടാണ് അത്യാവശ്യമാകുന്നത്. So the first thing we are going to do is we are going to make sure that our women are protected, our women can travel comfortably, and our women get support they need for the future. ആദ്യമായിട്ട് ഇതിനു വേണ്ടി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുകയാണ്. അവർക്ക് സുരക്ഷിതമായി സുഖകരമായി യാത്ര ചെയ്യാൻ കഴിയുന്നു, അവർക്ക് പിന്തുണ നൽകുന്നു എന്ന് ഞങ്ങൾ ഉറപ്പാക്കുകയാണ്.